അദ്ദേഹം പഠിച്ച കോളേജിലോ ഞാൻ പഠിച്ച കോളേജിലോ അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. ഞാൻ 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും മന്ത്രിമാരുടെ നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് 2 സ്വീകരണങ്ങളാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ നടന്നത്. ഒന്ന്, എറണാകുളത്ത് വെച്ചുകൊണ്ട് എറണാകുളത്തെ പൗരാവലിയുടെ ഒരു സ്വീകരണം എറണാകുളത്ത് വെച്ചുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് അതിന് തൊട്ടു പിന്നാലെ തൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ വെച്ച് മുഖ്യമന്ത്രി സതീശൻ സാറിന് ഒരു സ്വീകരണം അവിടെയും നടന്നു. ഈ 2 വേദികളിലും കേരളത്തിലെ 2 പ്രമുഖരായ ആളുകൾ സംബന്ധിച്ചു. ഒന്ന്, എറണാകുളത്ത് വെച്ച് നടന്ന പരിപാടിയിൽ മമ്മൂട്ടിയാണ് മുഖ്യാതിഥി ആയിരുന്നതെങ്കിൽ പറവൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു, സിനിമാ ലോകത്ത് മറ്റേ ശ്രീലിംഗ് കുമാർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് ഇതേ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ എറണാകുളത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതല്ല വിഷയം എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അവർ 2 പേരും മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന ചടങ്ങിലെത്തുന്നു, വലിയ രീതിയിൽ സംസാരിക്കുന്നു അല്ലേ. അതിൽ മമ്മൂട്ടിയുടെ വാക്കുകളിലാണെങ്കിലും മോഹൻലാലിൻ്റെ വാക്കുകളിലാണെങ്കിലും നമുക്ക് ചിലതൊക്കെ അവര് പറയാതെ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും അല്ലേ. ഇപ്പം മമ്മൂട്ടി വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മമ്മൂട്ടി എന്താ പറയുന്നത്? എല്ലാ ജനങ്ങളെയും കേൾക്കണം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം, എല്ലാവരെയും ചേർത്ത് നിർത്തണം. അപ്പം ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളെ കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല. ജനങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും നീ വീട്ടിൽ പോയി ചോദിക്കടാ എന്നായിരുന്നു ധാർഷ്ട്യത്തിൻ്റെ ഭാഷ. അല്ലെങ്കിൽ നീ കടക്ക് പുറത്ത് മാറി നിൽക്ക അങ്ങോട്ട് എന്നുള്ളതായിരുന്നു ധാർഷ്ട്യത്തിൻ്റെ ഭാഷ. അപ്പോൾ ഈ ഭാഷയല്ല ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ് ഇവർക്കൊക്കെ ഉണ്ട്. അത് ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇവർ അടിവരയിടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ മമ്മൂട്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ആണെങ്കിൽ മോഹൻലാൽ എന്ത് പറയുന്നു? മോഹൻലാൽ പറഞ്ഞത് കേരളത്തില് ഇത്തരത്തിൽ ഒരാളെ മുഖ്യമന്ത്രിയായി കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തീരുമാനമെടുത്ത്, ജനങ്ങൾ ആഗ്രഹിച്ച്, ജനങ്ങൾ ഇച്ഛിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്ന ചരിത്രം തന്നെ വളരെ വിരളമാണ് എന്നാണ് ശ്രീ മോഹൻലാൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വലിയ ജനവികാരം സതീശനൊപ്പമുണ്ട് എന്നും അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നും എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതിലും വലിയ കോമഡി സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും സഖാക്കളുടെ സൈബർ ഗ്രൂപ്പുകളിലും സഖാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വലിയ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. എന്താണ് ക്യാമ്പയിൻ? ബോയ്ക്കോട്ട് മോഹൻലാൽ, ബോയ്ക്കോട്ട് മമ്മൂട്ടി. ഇനി ഇവരുടെ സിനിമ നമ്മൾ കാണില്ല എന്നാ പറയുന്നത്. മോഹൻലാലിൻ്റെ സിനിമ കാണുന്നത് നിർത്തിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പിണറായി വിജയനുമൊത്ത് ഒരു അഭിമുഖം പുറത്തു വന്നല്ലോ, അതിൽ പിന്നെ കാണാൻ തുടങ്ങിയതായിരുന്നു എന്നാണ് സഖാക്കൾ പറയുന്നത്. പക്ഷെ ഞങ്ങളത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ഓടുന്നുണ്ടല്ലോ ദൃശ്യം 3. ആ ദൃശ്യം 3 അടക്കം ബോയ്ക്കോട്ട് ചെയ്യണം. എന്താ കാര്യം? ഇവര്
സഖാവ് പിണറായി വിജയനെ കൊച്ചാക്കി കാണിച്ചു എന്നാണ് പറയുന്നത് ആര്? മമ്മൂട്ടിയും മോഹൻലാലും. മമ്മൂട്ടിയോട് ഓൾറെഡി കലിപ്പുണ്ട്. ഏത് കലിപ്പ്? വയനാട്ടിലെ ടൗൺഷിപ്പ് പോയിട്ട് ഇവരെ ജില്ലാ സെക്രട്ടറിനോട് മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞല്ലോ. ഏത്? പിണറായി വിജയൻ്റെ അതേ ഭാഷ. അപ്പോൾ അന്ന് മുതൽ ഈ സഖാവ് മണപ്പിച്ചുകൊണ്ട് കിടന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു. മമ്മൂട്ടി പോയപ്പോൾ സഖാവിന് അവിടെ റോളൊന്നുമില്ല. ജില്ലാ സെക്രട്ടറിക്ക് എന്ത് റോളാ? സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത ജില്ലാ സെക്രട്ടറിക്ക് അവിടെ ഒരു റോളും ഉണ്ടായില്ല. മമ്മൂട്ടി അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഈ സഖാവ് മണപ്പിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു പരിധി വിട്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞു മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ മമ്മൂട്ടിക്കെതിരെ ഒരു കലിപ്പ് ഉണ്ട് ഓൾറെഡി. ആ കലിപ്പ് ഇന്ന് പൂർണ്ണമായി എന്നുള്ളതാണ്. എന്താ കാര്യം? ഇന്നിപ്പോൾ വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രിമാരെന്താ വേണ്ടത്? ജനങ്ങളെ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവരെ ചേർത്ത് നിർത്തണം, അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ എന്തോ കുത്തി പറയാണ് എന്നുള്ളതാണ് സഖാക്കളുടെ ഭാഗം. അവരങ്ങനെയാണ് ഇതിനെ കാണുന്നത്. മമ്മൂട്ടി പിണറായി വിജയനിട്ട് കുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പം സഖാക്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ സഖാക്കൾ മമ്മൂട്ടിയെ ബോയ്ക്കോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബഹിഷ്കരിക്കണം, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സഖാക്കള് പിണറായി വിജയൻ നല്ല ഒന്നാന്തരം ഇവരുടെ രാജാവ്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ മൂന്നാമതും അധികാരത്തിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഭൂസമൂഹം കേട്ടിട്ടില്ല. എന്നിട്ടാണോ ഈ പറയുന്ന മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം, ഈ പറയുന്ന മോഹൻലാലിനെ ബഹിഷ്കരിക്കണം, അവരുടെ സിനിമ കാണരുത് എന്ന് ഈ കൃമികീടങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ കൃമികീടങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ സൈബർ ഇടങ്ങളിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇവരുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM-ൻ്റെ സൈബർ ഇടങ്ങളിൽ അത്തരം ഒരു എന്താ പറയുന്നത് ഈ പറയുന്ന ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് സഖാക്കളെ, നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇത് പറഞ്ഞോ? വെറുതെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ നാണം കെടാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ ജനങ്ങളെ കിട്ടൂല. മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കിട്ടൂല. പിന്നെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവരുടെ സിനിമകളാണ്. ഈ രണ്ടു പേരെയും നിങ്ങൾ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതകാലത്ത് ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടാവില്ല. നല്ലൊരു സിനിമ കാണണമെങ്കിൽ അത് മമ്മൂട്ടിൻ്റെ അല്ലെ മോഹൻലാലിൻ്റെ സിനിമ ആയിരിക്കണോ? അപ്പോൾ ഇവരെയൊക്കെ ബഹിഷ്കരിച്ചാൽ ഒരു നല്ല സിനിമ പോലും കാണാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആകെ കാണാനുണ്ടാക്കുക ആരെന്നറിയോ? നമ്മളെ എന്താണ് മാധവ് സുരേഷ് അല്ലേ? സുരേഷ് ഗോപിൻ്റെ രണ്ടാമത്തെ മകൻ മാധവ് സുരേഷിൻ്റെ പടം കാണേണ്ടി വരും. അത് പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. കാരണം നിങ്ങൾ ഓൾറെഡി RSSുമായിട്ട് ഡീലാണല്ലോ. ആ ഡീല് തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഡീല, ആ ഡീല് എല്ലാ കാലത്തും തുടരാം. സിനിമയുടെ കാര്യത്തിലും ആ ഡീലാവാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഖാക്കൾ വെറുതെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസരാകരുത്. മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ജനം കേൾക്കൂല. മനസ്സിലായില്ലേ? പിണറായി വിജയൻ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ജനം കേട്ടിട്ടില്ല. ഏത് ധർമ്മടത്തുള്ള ആളുകൾ പോലും കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ധർമ്മടത്തിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് പോയിട്ട് ധർമ്മടത്തിൻ്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഒരു സഖാവ് ആദ്യ റൗണ്ടുകളിൽ പിന്നിൽ പോയി ആശങ്കയിലായി വലിയ വെപ്രാളപ്പെട്ട് ഇരിക്കേണ്ട ഗതികേട് ധർമ്മടത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്രാവശ്യം ഉണ്ടായി. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയൻ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ജനം വോട്ട് ചെയ്തിട്ടില്ല എന്നാ. അപ്പോൾ ആ ജനങ്ങളോട് മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇവരോട് താല്പര്യക്കുറവൊക്കെ ഉണ്ടാവും. ഇപ്പം നമുക്കിപ്പോൾ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ ബോധമാണ്. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശൻ വരണമെന്നുള്ളത് കേരളത്തിലെ ജനം ആഗ്രഹിച്ചതാ. അവിടെ ഒരു മാനദണ്ഡങ്ങളും മറ്റൊരു മാനദണ്ഡങ്ങളും അവിടെ വില പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതൊന്നും മുഖവിലക്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ. കൃത്യമായിട്ട് ജനം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു മാനദണ്ഡം. മനസ്സിലായില്ലേ? അത് മമ്മൂട്ടിക്കും മോഹൻലാലിനും കുറച്ച് ആൾതാമസം അവിടെ ഉള്ളത് കൊണ്ട് അവർക്കത് മനസ്സിലായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവരല്ലെങ്കിലും ആൾതാമസമൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സേഫ് കളി കളിക്കും.
ചില സമയങ്ങളിലൊന്നും വാ തുറക്കില്ല, ചില സമയങ്ങളിലൊന്നും നിലപാട് പറയൂല. തങ്ങളുടെ രോമത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് മാത്രമേ ഇവരൊക്കെ പറയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സേഫായി സുരക്ഷിതമായി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അവർ നിലപാട് പറയുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ, പക്ഷേ ഇന്ന് പറഞ്ഞ കാര്യം അത് ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മമ്മൂട്ടി കയറി നിന്നിട്ട് ഈ പറയുന്ന ജനങ്ങളെ കേൾക്കണം, അവരെ ഒരുമിച്ച് നിർത്തണം, അവരെ കൂടെ നിർത്തണം, അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ കേൾക്കാൻ പോയിട്ട് ജനങ്ങളെ കാണാൻ പോലും തയ്യാറായില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കട്ടെ എന്ന് ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറയും അല്ലേ? ഇപ്പൊ പത്തനംതിട്ടയിലെ സഖാവ് എന്താ ചോദിച്ചത്? ഒന്നും ചോദിച്ചില്ല. സഖാവെ CMA ഒരു ചോദ്യം എന്നേ പറഞ്ഞുള്ളൂ, വീട്ടിൽ പോയി ചോദിക്കുക. അപ്പോഴേക്കും ചോദ്യം പോലും കേട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ധാർഷ്ട്യമല്ല കേരളം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർക്ക് കൂടി ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഖാക്കൾക്ക് മമ്മൂട്ടി എവിടെയോ ഒന്ന് കുത്തി പറയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയൊക്കെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊതുമധ്യത്തിൽ അപഹാസ്യരാവും. ഏതുപോലെ ഇപ്പം 8 നിലയിൽ പൊട്ടിയിട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി മര്യാദക്കൊരു വർത്താനം പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇതിനേക്കാൾ വലിയ നാണക്കേട് മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാലുണ്ടാവും. ദൃശ്യം 3 ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ജനം കേൾക്കൂല. കാരണം അമ്മാതിരി സിനിമയാ, ജനം ഇടിച്ച് കയറുകയാണ്. ആ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു ഫ്ലോപ്പായ ഫിലിം നിങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയാതെ തന്നെ ജനം കാണാൻ പോകില്ല. സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ കാണാൻ പോകും. അപ്പം നല്ല സിനിമ വന്നിട്ട് ഇപ്പം ദൃശ്യം 3 മോശമല്ലാത്ത നല്ല അഭിപ്രായമായിട്ട് മുന്നേറുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ജനം അതിനൊപ്പം നിൽക്കില്ല. അപ്പം അതുകൊണ്ട് വെറുതെ എന്തിനാ നാണം കെടാൻ നിൽക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ചർച്ചയൊക്കെ കൊള്ളാം, അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നടത്തിക്കോ, സഖാക്കളുടെ സൈബർ ഇടത്ത് നടത്തിക്കോ. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ പുറത്തേക്ക് പറഞ്ഞാലുണ്ടല്ലോ നാണക്കേടാണ്. തോൽവിയേക്കാൾ വലിയ നാണക്കേടായി പോവും. അതുകൊണ്ട് സംഭവം ശരിയാ, മമ്മൂട്ടി ഒന്ന് കുത്തിയിട്ടുണ്ട്, മോഹൻലാലും ഒന്ന് കുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരുടെയൊക്കെ മനസ്സിൽ ഇത്, അവർക്കൊക്കെ ഇത് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. പിന്നെ അവരൊക്കെ ഒരു സേഫസ്റ്റ് കളി കളിക്കുന്നത് കൊണ്ട് മാത്രം ഇതൊന്നും തുറന്ന് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സഖാക്കൾ വല്ലാതെ ഇങ്ങനെ നാണം കെടാനായിട്ട് ഇറങ്ങിത്തിരിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.